ഹളറ മജ്ലിസൻ മിൻ മജാലിസിൽ ഇൽം, ഇൽമിന്റെ സദസ്സുകളിൽ ഒരു സദസ്സിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ വല്ലവരും പങ്കെടുത്താൽ ഫകഅന്നമാ ഹളറ മജാലിസ അംബിയാ ഇല്ലാഹി വറസൂലിഹി, അംബിയാക്കളുടെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും മജ്ലിസിൽ പങ്കെടുത്തതുപോലെയുള്ള പുണ്യം ലഭിക്കുന്നവനാകും. ഇങ്ങനെ ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കിതാബുൽ ഖുന്നത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അപ്പൊ ഏത് സൽക്കർമ്മങ്ങൾക്കും വളരെയേറെ പുണ്യമുള്ള ദിനങ്ങളാണ് നമ്മളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുകയും അതനുസരിച്ച് അതിനെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും നമുക്ക് കഴിയാവുന്ന സൽക്കർമ്മങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം എന്നുണർത്തുകയാണ്. ഉദ്ഹിയ്യത്ത് അറുക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ്. ഉദ്ഹിയ്യത്ത് അറുക്കുക അതിന്റെ നിയമപ്രകാരം അത് ചെയ്യണം. എങ്ങനെല്ലാമോ കുറച്ചാളുകളോട് പൈസ വിരിച്ചിട്ട് കുറച്ച് കുട്ടൻ അറുത്തിട്ട് ഞങ്ങളെ കമ്മിറ്റിയാണ് ഏറ്റവും കൂടുതൽ അർത്ഥത് എന്ന് പറയാൻ വേണ്ടി അറുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. മറിച്ച് അതിന്റെ നിയമപ്രകാരം ചെയ്യണം. അൽഹംദുലില്ലാ നമ്മുടെ ഈ മഹല്ലത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഓത്തിയോട് മഹല്ലിലും അതുപോലെ മറ്റുള്ള പള്ളികളിലൊക്കെ അതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ ഉദ്ഹിയ്യത്തിന് വേണ്ടി പലരെയും ഷെയർ ചേർത്ത്, ഒരു കുട്ടന് അല്ലെങ്കിൽ ഒരു പോത്തിന് 7 ആളുകൾക്കാണ് ഷെയർ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഷെയർ ചേർത്ത് അവരുടെ എല്ലാവരുടെയും സമ്മതം വാങ്ങി അതിന്റെ നിയമപ്രകാരം നിയ്യത്ത് ചെയ്ത് അങ്ങനെ അറുത്ത് മാംസം വിതരണം ചെയ്യലുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുമ്പോൾ അതൊക്കെ അതിൻ്റെതായ നിയമപ്രകാരമാകാൻ വേണ്ടി അവർ നിർദ്ദേശം കൊടുക്കുകയും അതേ നിയമപ്രകാരം തന്നെ നടക്കുകയും ചെയ്യും. സുന്നത്തി ജമാഅത്തിന്റെ പുറത്തുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഫോട്ടോ എടുക്കണം, അതുപോലെ തന്നെ പേര് കിട്ടണം എന്നല്ലാതെ സഹീഹാകണം എന്ന ചിന്തയില്ല. അതുകൊണ്ടാണല്ലോ സക്കാത്ത് തന്നെ അവർ കല്ലത്താക്കി, നോമ്പ് വേറെ കല്ലത്താക്കി, നിസ്കാരം വേറെ കല്ലത്താക്കി, ഉദ്ഹിയ്യത്തും കല്ലത്താക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ അതൊക്കെ നിയമപ്രകാരം അതിന്റെ കർമ്മശാസ്ത്ര നിയമപ്രകാരം തന്നെ ചെയ്യണം. അങ്ങനെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ, സ്വന്തമായി അറുക്കാനോ മറ്റുള്ള ആളുടെ കൂടെ പങ്കുചേർന്നുകൊണ്ട് അറുക്കാനോ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ദുൽഹജ്ജ് 1 മുതൽക്ക് ആ അറവ് നടക്കുന്നത് വരെ നഖവും അതുപോലെ രോമങ്ങളൊന്നും നീക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതിന് തെളിവ് എന്നും അവര് പറഞ്ഞതായി തുഹ്ഫ പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതിന്റെ ഹിക്മത്ത് അവരുടെ ഈ ഉദ്ഹിയ്യത്തോടുകൂടി അവരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടണം. അങ്ങനെ ദോഷം പൊറുക്കപ്പെടുമ്പോൾ ഈ രോമവും നഖവും അടക്കം ദോഷം പൊറുക്കപ്പെട്ടതിൽ ഉൾപ്പെടണം എന്നതും അതുപോലെ തന്നെ നരകത്തിൽ മോചനം ലഭിക്കുമ്പോൾ അതിനടക്കം ലഭിക്കണം എന്നതുമാണ് അതിന്റെ ഹിക്മത്ത് എന്നും മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഇതേപോലെ ഞാൻ മെനിഞ്ഞാന്നൊരു സ്ഥലത്ത് മഗ്രിബ് നിസ്കാരത്തിന് ഒരു പള്ളിയിൽ ജമാഅത്തിന് കൂടി. ഞാൻ 2ാമത്തെ റക്കയത്തിലാണ് എത്തിച്ചേർന്നത്. അങ്ങനെ ഒരു റക്കയത്ത് എനിക്ക് ബാക്കിയുണ്ട്. ഞാനത് നിസ്കരിച്ചു. നിസ്കാരം കഴിയുമ്പോഴേക്ക് ഏകദേശം ദിക്റ് കഴിഞ്ഞ് ദുആയിലേക്ക് എത്തി. ഇമാമ ദുആ കഴിഞ്ഞതിന്റെ ശേഷം ആ സമയത്ത് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, നാളെ മുതൽക്ക് അതാ ഇന്ന് രാത്രി മുതൽക്ക് നമുക്ക് ദുൽഹജ്ജ് കടക്കുകയാണ്. ദുൽഹജ്ജ് കടന്നാൽ എല്ലാ ദിവസവും വൽ ഫജ്രി സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെയാണ് പള്ളികളിലൊക്കെ നിൽക്കുന്ന പണ്ഡിതന്മാർ അതാത് സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വൽ ഫജ്രി സൂറത്ത് എല്ലാ ദിവസവും ഓതൽ പ്രത്യേകമായി പുണ്യമുണ്ട്. അതേപോലെ ഈ ദുൽഹജ്ജ് മാസം പിറന്നാൽ കന്നുകാലികളെ കാണുമ്പോൾ, പശു, ആട്, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളാണല്ലോ ഉദ്ഹിയ്യത്ത് അറുക്കാൻ പറ്റുന്ന മൃഗങ്ങൾ. അത്തരത്തിലുള്ള മൃഗങ്ങളെ കാണുമ്പോൾ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, ഉദ്ഹിയ്യത്ത് അറുക്കാനുള്ള പ്രായം എത്തിയിട്ടില്ലെങ്കിലും ആ വർഗത്തിൽപ്പെട്ടതിനെ കാണുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട്. അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴുമുണ്ട്. ഒരാട് കരയുന്നത് കേട്ടാൽ, അല്ലെ പശു കരയുന്നത് കേട്ടാൽ അല്ലാഹു അക്ബർ എന്ന് പറയൽ ഈ 10 ദിവസങ്ങളിൽ പ്രത്യേകം സുന്നത്തുള്ള ഒരു സംഗതിയാണ്. ഇമാമിങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ആയത്തുൽ കുർസി ഓതലും മറ്റും പലപ്പോഴും സുന്നത്തായ സംഗതിയാണല്ലോ. നിസ്കാരത്തിന്റെ ശേഷം അതുപോലെ ബാങ്കിന്റെ ശേഷം ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ടല്ലോ. ആ വിഷയം പറയുന്ന സ്ഥലത്ത് വൽ ഫജ്രി ഫീ അശ്രി ദിൽഹിജ്ജ, ദുൽഹജ്ജ് 10 ദിവസവും അതേ വൽ ഫജ്രി സൂറത്ത് ഓതൽ സുന്നത്താണെന്ന് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നോമ്പിന് സദഖ ചെയ്യൽ വലിയ പുണ്യമാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നല്ല പുണ്യമേറിയ സ്ഥലങ്ങളിലും
പുണ്യമേറിയ സമയങ്ങളിലും വളരെ കൂടുതൽ പുണ്യമുണ്ട് സദഖ ചെയ്യുന്നതിന് എന്ന് പറഞ്ഞ് ഫത്ഹുൽ മുഈൻ പറയുന്നത് തന്നെ കഅസിരി ദിൽഹിജ്ജത്തി ദുൽഹജ്ജ് 10 ദിവസം ആദ്യത്തെ 10 ദിവസം സദഖ ചെയ്യുന്നതിന് കൂടുതൽ പുണ്യമുണ്ട്. വൽ ഈദൈനി 2 പെരുന്നാളിന് സദഖ ചെയ്യുന്നതിലും വലിയ പുണ്യമുണ്ട് എന്നാണ്. ചിലപ്പോ പെരുന്നാളിന്റെ അന്ന് ചിലപ്പോ എന്തെങ്കിലും ഒരു പിരിവ്, അല്ലെങ്കിൽ റമദാനിൽ ഒരു പിരിവ്, അല്ലെ വെള്ളിയാഴ്ച ഒരു പിരിവ് നടക്കുമ്പോ ചില ആളുകൾക്ക് അതെന്തോ ഒരു വിഷമാണെന്ന് തോന്നും. വിഷമാന്നല്ല തോന്നി, നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള വഴിയാണ് എന്നാ തോന്നി. ഉണ്ടേ കൊടുത്താൽ മതി, ഇല്ലേ കൊടുക്കണ്ട. കൊടുക്കാൻ എത്രത്തോളം കഴിയോ അത്രത്തോളം കൊടുത്താൽ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ബുക്കിംഗ് ആണ് എന്ന് കാണാനുള്ള വിശാലമായ മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ പ്രത്യേകമായി തഫ്സീലും പറഞ്ഞത് കാണാം. വയലിഹി അസ്റുൽ ദിൽഹിജ്ജത്തി ഫീമാ യദ്ഹറു, അതേ റമദാനിലെ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അവസാനത്തെ 10 പ്രത്യേകം സദഖ സുന്നത്തുള്ളതുപോലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ദിനങ്ങളാണ് ദുൽഹജ്ജിന്റെ 10 ദിനങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന്, അതുപോലെ സമയം കിട്ടുമ്പോൾ ഖുർആൻ ഓതി, അതുപോലെ സമയം കിട്ടുമ്പോൾ സ്വലാത്ത് ചൊല്ലി, ദിക്റ് ചൊല്ലി, പടച്ചവനോട് കരഞ്ഞ് പറഞ്ഞ് നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിച്ച് അങ്ങ് കഅബത്തിന്റെ അടുക്കൽ പോയി കരയുന്നവരുണ്ട്, അറഫയിൽ പോയി പൊട്ടിക്കരയുന്നവരുണ്ട്, മിനയിലും മുസ്ദലിഫയിലും ചെന്ന് കരയുന്നവരുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്ന് ഖൽബിനെ അങ്ങോട്ടേക്ക് അയക്കണം, നമ്മുടെ മനസ്സിനെ അങ്ങോട്ടേക്ക് അയക്കണം. എന്നിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യുകയും അള്ളാഹുവിനോട് സർവ്വ ഖൈറും ചോദിച്ചു വാങ്ങുകയും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട രാത്രികളും ദിനങ്ങളുമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും, വളരെ പ്രധാനപ്പെട്ട ബലിപെരുന്നാളിന്റെ ദിനത്തിലും അതിനോടനുബന്ധിച്ചുള്ള 3 ദിനത്തിലും നമ്മൾ ഹറാം ചെയ്യുന്നവരായി അധപ്പതിച്ചു പോകരുത്. മറിച്ച് ആ സമയങ്ങളിലെല്ലാം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കണം എന്നും, അള്ളാഹു നമുക്ക് സ്വർഗം വാങ്ങാൻ വേണ്ടി തന്ന ദിനങ്ങൾ അത് നരകം വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദിനങ്ങളായി അധപ്പതിച്ചു പോകരുതെന്നും ഞാൻ മുസ്ലിം സമുദായത്തോട് എല്ലാവരോടും, ഈ പാവപ്പെട്ട എന്നോടും വസിയ്യത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമുർ റഹീമിനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ബഹുമാനിച്ച വസ്തുക്കളെയും വ്യക്തികളെയും സമയങ്ങളെയും സ്ഥലങ്ങളെയും ഒക്കെ ആദരിച്ച് ബഹുമാനിച്ച് നിന്റെ അടുക്കൽ അംഗീകാരം ലഭിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങൾ